Hi everyone, it's me Bharida from Hey Baby Newborn Studio. ഒരു ബീൻ ബാഗ് സെറ്റപ്പിൽ എങ്ങനെയാണ് ന്യൂബോൺ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ബീൻ ബാഗ് സ്റ്റാൻഡിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട്. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ബീൻ ബാഗ് സ്റ്റാൻഡിലേക്ക് ഒരു 3-4 ലെയറുകളായിട്ട് ഈ ബീൻ ബാഗിൻ്റെ ക്ലോത്തുകൾ അപ്ലൈ ചെയ്യണം. ഇത് വളരെ സ്ട്രെച്ചബിൾ ആണ്, ഒപ്പം തന്നെ സോഫ്റ്റും ആണ്. കണ്ടോ, ഇതുപോലെ നമുക്കത് വലിച്ച് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അതിനുശേഷം നമ്മൾ നാച്ചുറൽ ഫ്ലവേഴ്സ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ന്യൂബോൺ സെഷന് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ ബഞ്ചസും എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള നാച്ചുറൽ ഫ്ലവേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ടോയ്സോ അല്ലെങ്കിൽ ചെറിയ ടെഡി ബെയേഴ്സോ ഒക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് നമുക്ക് കൂട്ടത്തിൽ ബേബീൻ്റെ കൂടെ എടുത്ത് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിലൊക്കെ കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇതുപോലെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അതിനുശേഷം ബേബീനെ ഇങ്ങനെ കാമാക്കി കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റുക. ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും റിസൾട്ട് നമുക്ക് കാണാം. ഒരു ബീൻ ബാഗ് സെറ്റപ്പിൽ എങ്ങനെയാണ് ബേബീനെ അറേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.